ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ തറവാട്ടിലെ ഒരു കുരുതി കർമ്മമാണിത്. ഇവിടെയാണ് ഞങ്ങൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സ്ഥലം. ആ കുരുതി കർമ്മത്തിനുള്ള സാധനങ്ങളാണിത്. ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുള്ള് നിലവിളക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ വന്നിട്ട് ഇതിൻ്റെ പന്തം എണ്ണ നനച്ച പോലെയിൽ ചുറ്റി വെച്ചിട്ടാണ് ഇത്. പിന്നെ നമ്മളെ അതിൻ്റെ കർമ്മത്തിലൊക്കെ നമ്മളെ ചെറിയച്ഛനൊക്കെ ഭാഗം തിരിക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇതാണ് തണ്ണീരാമൃതം. ഇതോടെ നമ്മൾ കുളിച്ച് വൃത്തിയോടെ വന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഒക്കെ ആയ ശേഷം ഇതിൽ വെളിച്ചെണ്ണയിൽ ഒരു ഹാഫ് വേവിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കൂടുതലും എന്തായാലും ഭയങ്കര ഉറപ്പായിരിക്കും. അങ്ങനെ മറ്റുള്ളവരൊക്കെ അന്നെങ്കിൽ ഭക്ഷണത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കളം വരയ്ക്കാനുള്ള ഉമിക്കരി. പൂജയ്ക്കുള്ളതാണ് തുളസി, തെച്ചി, കള്ളിപ്പൂവ്. ഇതാണ് ഇതിന് ഉപയോഗിക്കുന്ന പൂക്കൾ. ഇതങ്ങനെ വൈകുന്നേരം ആയപ്പോൾ സന്ധ്യാസമയത്ത് പൂജ തുടങ്ങി. ആദ്യത്തെ 2 ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ചൊവ്വ എന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെയും തുടങ്ങി. പിന്നെ ഇതാണ് നമ്മൾ പടിഞ്ഞേറ്റിൻ്റെ അകം എന്ന് പറഞ്ഞാൽ അകത്തുള്ളതാണ്. ഇത് ഉത്തമ പൂജയാണ്. ഇതാണ് നമ്മൾ കർമ്മത്തിനായിട്ട് കൊണ്ടിരിക്കുന്ന കുരുതി കൊടുക്കാനുള്ള കോഴികളാണ്. നാടൻ പൂവൻ കോഴികളാണിത്. ഇത് എല്ലാ വീട്ടിൽ നിന്നും ഓരോ കോഴി നമ്മൾ കൊല്ലം കൊടുക്കാറുണ്ട്. അതെല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോന്നും കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ഗുരുതി കർമ്മം തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഈ കോഴിയെ കയ്യിലെടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് തോറ്റങ്ങളൊക്കെ ചെല്ലിയതിൻ്റെ ശേഷമാണ് ഇത് വെട്ടുന്നത് കേട്ടോ. ഇത് ചൊവ്വേൻ്റെ അടുത്താണ് വെട്ടുന്നത്. അങ്ങനെ നമ്മൾ കുരുതികർമ്മം കഴിഞ്ഞു. കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുടുംബത്തിലെല്ലാവരും അരിയും പൂടാൻ വരും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ചിട്ട് പ്രസാദമാക്കി എല്ലാവർക്കും കൊടുക്കും. ഈ കർമ്മങ്ങൾ ഗുരുകാരണന്മാർ ചെയ്ത് പോയതാണ്. നമ്മളിത് തുടർച്ചയായിട്ട് നമ്മളും ആ രീതിയിൽ തന്നെ നമ്മളിത് നടത്തിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും അരിയും പൂട്ടേണ്ട പിരിഞ്ഞു പോകുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.